Hello everyone, welcome to Students Focus. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ആക്സസ് ടു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ഒക്കെ കമ്പനീസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. നിങ്ങൾ അഥവാ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ക്ലാസിഫിക്കേഷനിലൊന്നും വരാത്ത അതർ കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ആദ്യം പറയാം. നമ്മളുടെ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 2 ക്ലോസ് 45 അനുസരിച്ച് ഏതെങ്കിലും ഒരു കമ്പനിയുടെ അറ്റ്ലീസ്റ്റ് 51% പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഇതിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്, അവിടെയാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ല, വോട്ടിംഗ് റൈറ്റ്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അറ്റ്ലീസ്റ്റ് 51% അതിന് മേളിലോ വോട്ടിംഗ് റൈറ്റ് സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടിയോ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയാണ് നമ്മൾ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ മറന്നു പോരുത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ അമെൻമെൻറ്റ് വോട്ടിംഗ് റൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ 51% അതിന് മേളിലോ വോട്ടിംഗ് റൈറ്റ് ഏതെങ്കിലും ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്നിട്ടോ അല്ലെങ്കിൽ 2-3 സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ചേർന്നിട്ടോ ആണ്, അവരുടെ കയ്യിലാണ് ഇത്രയും പെർസെൻറ്റേജ് 51% അതിന് മേളിലോ വോട്ടിംഗ് റൈറ്റ് ഉള്ളതെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയും നമ്മൾ ഗവൺമെൻറ് കമ്പനിയുടെ ലിസ്റ്റിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് ഫോക്കസ് ഒരു ഗവൺമെൻറ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ 51% ഷെയർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഫോക്കസിൻ്റെ അണ്ടറിൽ വേറൊരു കമ്പനി ഉണ്ട്, അതൊരു സബ്സിഡിയറി കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയും നമ്മൾ ഗവൺമെൻറ് കമ്പനി ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ വെളിയിൽ ഏതെങ്കിലും രാജ്യത്ത് അവിടുത്തെ രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനി, ആ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ, അവർ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയാണ് നമ്മൾ ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അവർ ഡയറക്റ്റ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റ് മുഖേനയാവാം, ഇലക്ട്രോണിക് മോഡിലാവാം, എങ്ങനെയാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇലക്ട്രോണിക് മോഡിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനിക്ക് ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ, അവർ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു കമ്പനിയാണ് നമ്മൾ ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ US ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അവർ US ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇന്ത്യയിൽ ബിസിനസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയെ നമ്മൾ ഫോറിൻ കമ്പനി എന്ന് പറയില്ല. പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തതായിരിക്കണം, പുറത്ത് മീൻസ് ഇന്ത്യക്ക് വെളിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി ആയിരിക്കണം, അതിന് ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. ആൻഡ് കണ്ടക്ട്സ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഓർ എനി അതർ മാനർ. ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിൽ അവർ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിന് ഫോറിൻ കമ്പനി എന്ന് പറയുള്ളൂ. നെക്സ്റ്റ് വരുന്നത്, ഇത് രണ്ടും അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ല. നെക്സ്റ്റ് വരുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 8 കമ്പനി, ഫോർമേഷൻ ഓഫ് കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്ട്സ്. ഇതിൽ നിന്ന് ഇതിനു മുമ്പ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെക്ഷൻ 8 കമ്പനി എന്താണെന്ന് നോക്കാം. സെക്ഷൻ 8 കമ്പനി ശരിക്കും സെക്ഷൻ 8 കമ്പനി എന്ന് പറയാൻ കാര്യം, അങ്ങനെയുള്ള കമ്പനികളെ നമ്മൾ സെക്ഷൻ 8 കമ്പനി എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ആക്ടിൻ്റെ സെക്ഷൻ 8 സെൻട്രൽ ഗവൺമെൻറ്റിന് സ്പെഷ്യൽ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പവേഴ്സിൻ്റെ ബേസിസിൽ നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഫോം ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യും. ആ ലൈസൻസിൻ്റെ ബേസിസിൽ അങ്ങനെയുള്ള കമ്പനീസിന് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മളതിന് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഒരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ സെക്ഷൻ 8 കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയായിട്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ. ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോം ചെയ്യുന്ന കമ്പനിയാണ്? ഫോം ടു പ്രൊമോട്ട്
ദ ചാരിറ്റബിൾ ഒബ്ജക്ട്സ് ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്ടിൻ്റെ പ്രൊമോഷൻ, സയൻസിൻ്റെ പ്രൊമോഷൻ, എഡ്യൂക്കേഷൻ, പിന്നെ സ്പോർട്സ് പ്രൊമോഷന് വേണ്ടിയിട്ട്, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട്, ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അതിനാവശ്യമായ ഡീറ്റെയിൽസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 8 കമ്പനിയായിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ അവർക്ക് ധാരാളം മറ്റ് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള മറ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ അവർക്ക് നോർമൽ കമ്പനീസിന് ആവശ്യമായ മിനിമം ഇത്ര ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം, അല്ലെങ്കിൽ മിനിമം ഇത്ര ഷെയർ ക്യാപിറ്റൽ വേണം, അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഒന്നും അവർക്ക് ആപ്ലിക്കബിൾ ആവില്ല. പിന്നെ നോർമലി ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ വേർഡ് അവരവരുടെ നെയിമിന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയുള്ള കമ്പനീസ് സെക്ഷൻ 8 കമ്പനിയുടെ ലൈസൻസ് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ആവുന്നത്. അവരവരുടെ പേരിൻ്റെ കൂടെ ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇങ്ങനെയുള്ള കമ്പനീസ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അവർ ഏത് ഒബ്ജക്റ്റീവിന് വേണ്ടിയാണോ അത് ഫോം ചെയ്തിരിക്കുന്നത് ആ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. നിങ്ങളത് മനസ്സിലാക്കുക. അവരേത് ഒബ്ജക്റ്റീവിന് വേണ്ടിയാണ്, അവരുടെ ഒബ്ജക്റ്റ് എന്താണോ, എന്ത് ഒബ്ജക്റ്റ് കാണിച്ചിട്ടാണോ അവരത് സെക്ഷൻ 8 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റിന് വേണ്ടി മാത്രമേ അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള കമ്പനീസിന് എത്ര പ്രോഫിറ്റ് ഉണ്ടായാലും അത് അവരുടെ മെമ്പേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. അത് സെക്ഷൻ 8 കമ്പനിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അതായത് ക്വസ്റ്റ്യൻ വന്നത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ 8 അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സെക്ഷൻ 8 കമ്പനിക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മെമ്പേഴ്സിന് ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാനായിട്ട് ഏത് രീതിയിലാണ് അവർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എങ്ങനെ പ്രോഫിറ്റ് മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, എത്ര പെർസെൻറ്റേജ് ടോട്ടൽ പ്രോഫിറ്റിന് എത്ര പെർസെൻറ്റേജ് മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഈ പോയിന്റ് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഇവർ ഒന്നിച്ച് മെമ്പേഴ്സ് എല്ലാം കൂടെ മീറ്റിംഗ് കൂടിയിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുന്ന അവർ തീരുമാനം എടുക്കുന്ന അത്രയും പെർസെൻറ്റേജ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മെമ്പേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് ആൻസർ എഴുതിയത്. ഈ ഒരു സിംഗിൾ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നത്. അത് ചെറിയ ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് മാർക്കിനുള്ള നിങ്ങൾ മനസ്സിലാക്കി പോയിന്റ് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര പ്രോഫിറ്റ് ഉണ്ടായാലും ഇവർക്ക് ആ പ്രോഫിറ്റ് മെമ്പേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അവർ എന്ത് പർപ്പസിന് വേണ്ടിയാണോ ആ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് ആ പർപ്പസിന് വേണ്ടി മാത്രമേ അവർക്ക് ആ എമൗണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ലൈസൻസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ROCക്ക് ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. ROC മീൻസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് സെൻട്രൽ ഗവൺമെൻറ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് കമ്പനി ഫോം ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുമ്പോൾ അതിനാവശ്യമായ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ROC നമ്മൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇവർ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് കുറച്ച് എക്സംഷൻസ് അല്ലെങ്കിൽ അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയുന്നുണ്ട്. പിന്നെ മിനിമം ഡയറക്ടേഴ്സിൻ്റെ നമ്പറിൽ അല്ലെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇവർ ആ റിക്വയർമെൻറ്റ്സിൽ നിന്ന് ഇവർക്ക് ഇളവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവർക്ക് ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേര് ഇവരുടെ പേരിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല ബെനിഫിറ്റ്സ് ഇവർക്ക് കിട്ടുന്നുണ്ട് സെക്ഷൻ 8 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട്. നോർമലി ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേമിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പാർട്ട്ണർഷിപ്പ് ഫേം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. പക്ഷെ എന്നാലും ഒരു സെക്ഷൻ 8 കമ്പനിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനും മെമ്പർ ആവാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയാണെങ്കിൽ അവർ ചാരിറ്റബിൾ പർപ്പസിന് അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ചാരിറ്റി പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് കമ്പനി ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ ആ കമ്പനിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനും മെമ്പറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നു എന്ന്.
സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് ഏതെങ്കിലും കേസസിൽ ആ കമ്പനീസ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല, സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ച് കൃത്യമായ രീതിയിലല്ല അവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു ഒബ്ജക്റ്റീവിനാണെന്ന് പറഞ്ഞിട്ട് അവർ കമ്പനി ഫോം ചെയ്തിട്ട് അവരതല്ല ചെയ്യുന്നത്, വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ലൈസൻസ് റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആ കമ്പനിയുടെ. അങ്ങനെ റിവോക്ക് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കമ്പനിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആ ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ അത് എന്തൊക്കെ ചെയ്യാനാവാം, ഒന്ന് ലൈസൻസ് റിവോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് പിന്നെ ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് അവരുടെ പേരിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ പറഞ്ഞു സെക്ഷൻ 8 കമ്പനിക്ക് അങ്ങനെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ലിമിറ്റഡ് കമ്പനിയായിട്ട് തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ആ പ്രിവിലേജ് നഷ്ടപ്പെടും ലൈസൻസ് റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യേണ്ടി വരും കമ്പനി. അതല്ലെങ്കിൽ ഈ സെയിം ഒബ്ജക്റ്റീവിന്, ഈ സിമിലർ ഒബ്ജക്ട്സിന് വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന മറ്റു കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യേണ്ടി വരും. അത് എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് അതിനനുസരിച്ച് ഈ ലൈസൻസ് റിവോക്ക് ചെയ്യപ്പെട്ടാൽ അവരിങ്ങനെ ചെയ്യേണ്ടി വരും. അവർക്ക് ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ പേരിൽ ആഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ സിമിലർ ഒബ്ജക്ട്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇവർക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ്സ് ഇവർക്ക് നഷ്ടമാകുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചാരിറ്റി പർപ്പസ്, ഇങ്ങനെയുള്ള പർപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പല കൂട്ടായ്മകളുണ്ട്, പല ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗശൂന്യമായ നമുക്ക് പറയാവുന്ന ആനിമൽസ് ഒക്കെ ഇല്ലേ, കൃഷിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്തിരുന്ന ഏജ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി ഇപ്പോൾ കാലൊക്കെ പോയി പിന്നെ അവരെ ആ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ ആളുകൾ ഉപേക്ഷിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാതെ വരുന്നു അല്ലെങ്കിൽ ഏജ് ആവുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉപേക്ഷിക്കുന്ന, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആനിമൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരതിനെയൊക്കെ പിടിച്ചിട്ട് അവർ സെപ്പറേറ്റ് ഷെഡൊക്കെ പണിത് അവിടെ വളർത്തുന്നു, അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരൊരു സോഷ്യൽ വെൽഫെയറിന് വേണ്ടി ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് സെക്ഷൻ 8 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടുതൽ പ്രിവിലേജസ് കിട്ടും, അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആവും, അങ്ങനെ പല പ്രിവിലേജസും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ പെനാൽറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സെക്ഷൻ 8 കമ്പനിയാണെന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു, പക്ഷേ അതിൽ പറഞ്ഞ ഒബ്ജക്റ്റ് ഒന്നും അല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചൊന്നും അല്ല ഇവർ വർക്ക് ചെയ്യുന്നത്, ഇവരെന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ആ കമ്പനിയുടെ ബേസിൽ ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ തെറ്റിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല, അത് കോൺട്രവെൻഷൻ ആണെങ്കിൽ ആ കേസിൽ വരാവുന്നത് ഫൈൻ 10 lakhs rupees തൊട്ട് 1 crore rupees ഇടയിൽ ഏത് എമൗണ്ടും ഫൈൻ ചാർജ് ചെയ്യാം. അത് ഇവരുടെ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ബേസിലിരിക്കും. ഇവർ എങ്ങനെയാണ്, എന്ത് കാര്യമാണ് ഇവർ തെറ്റിച്ചത്, അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ചെയ്തതാണോ, എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ 10 lakhs rupees തൊട്ട് 1 crore rupees വരെ ഇവർക്ക് ഫൈൻ വരാം. പിന്നെ അതിൻ്റെ ഡയറക്ടേഴ്സിന് 3 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരാം. അതായത് 3 വർഷം വരെയുള്ള ഏത് പീരീഡിൽ വേണമെങ്കിലും ശിക്ഷ കിട്ടാം. ചിലപ്പോൾ 2 വർഷമാവും, 2.5 വർഷമാവും, 3 വർഷമാവും, 1 വർഷമാവും, അങ്ങനെ അതിൻ്റെ ബേസിസിൽ 3 വർഷം വരെ അവർക്ക് ഇംപ്രിസൺമെൻറ്റ് കിട്ടും. വിത്ത് ഒന്നുകിൽ ഇംപ്രിസൺമെൻറ്റ് മാത്രം, അല്ലെങ്കിൽ ഫൈൻ വരാം 25,000 rupees തൊട്ട് 25 lakhs rupees വരെ ഫൈൻ വരാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നും വരാം. അതായത് 3 വർഷം വരെ ഇംപ്രിസൺമെൻറ്റ് പ്ലസ് 25,000-നും 25 lakhs-നും ഇടയിലെ എമൗണ്ട് ഫൈൻ. ഇത് രണ്ടും ചേർന്നോ ഏതെങ്കിലും ഒന്നായിട്ടോ എങ്ങനെയെങ്കിലും അവർക്ക് അതിൻ്റെ ശിക്ഷ, അതായത് അതിൻ്റെ പണിഷ്മെൻറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവരെന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ചെയ്തു എന്ന് പ്രൂവ് ചെയ്യപ്പെടുവാണെങ്കിൽ നമ്മുടെ സെക്ഷൻ 447, അതായത് ഫ്രോഡ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ, അതിനനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ എന്താണോ അതും ഇവർ അനുഭവിക്കേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റ് 2 ടൈപ്പ് കമ്പനിയാണ്. അതിൽ ഒരെണ്ണം ഡോർമെൻ കമ്പനി. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു പോവാം, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ സെക്ഷൻ 8 കമ്പനിയുടെ പോലെ ഇമ്പോർട്ടൻ്റ് അല്ല ഇത്. ഡോർമെൻ കമ്പനി എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി ഫോം ചെയ്യുന്നൊരു കമ്പനി. അതായത് ഇപ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ ഒരു വലിയ പ്രൊജക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വലിയ 3-4 പ്രൊജക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കമ്പനി ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കമ്പനിയിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല, കാരണം ആ പ്രൊജക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അതിൽ ഇൻകമോ എക്സ്പെൻസോ അങ്ങനെ
വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം ഇപ്പം എന്തെങ്കിലും ROCയിൽ ഫീസ് അടയ്ക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലീഗലി എന്തെങ്കിലും പേ ചെയ്യേണ്ട എമൗണ്ട് ഒഴിച്ച് വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും അതിൽ വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള കേസാണെങ്കിൽ എനിക്ക് ആ കമ്പനി ഡോർമെൻറ്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഡോർമെൻറ്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ ഏത് കേസിലാണ്? കമ്പനി ഈസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട് ഫോർ എ ഫ്യൂച്ചർ പ്രൊജക്ട്. ഫ്യൂച്ചർ പ്രൊജക്റ്റിന് വേണ്ടിയാണ് നമ്മൾ ആ കമ്പനി ഫോം ചെയ്തത്. അപ്പോൾ പ്രൊജക്റ്റ് കിട്ടുമ്പോഴേ നമുക്ക് ആ കമ്പനിയിൽ ശരിക്കും ആക്ടിവിറ്റീസ് വരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആ കമ്പനി ഡോർമെൻറ്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ അതിൽ പ്രത്യേകിച്ച് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലും ഫീസ് പേയ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് ഉള്ള നോർമലി ഒരു കമ്പനിയിൽ വരുന്ന ട്രാൻസാക്ഷൻസോ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും അതിൽ വരുന്നില്ല. കാരണം എന്താണ്? ഫ്യൂച്ചർ പ്രൊജക്റ്റിന് വേണ്ടിയാണ് നമ്മൾ ആ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നിധി കമ്പനീസ്. നിധി കമ്പനീസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ സേവിങ്സ് മെൻറ്റാലിറ്റി കൂട്ടാൻ, അതിനുവേണ്ടി അതിൻ്റെ മെമ്പേഴ്സിൻ്റെ സേവിങ്സ് മെൻറ്റാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മെമ്പേഴ്സിൻ്റെ എമൗണ്ട് ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിലെ മെമ്പേഴ്സിന് തന്നെ അതിൽ ഫണ്ട് ആവശ്യമുള്ളവർക്ക് ലോൺ കൊടുക്കുന്നു. അപ്പോൾ അത് മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി, രണ്ടുപേരുടെയും ബെനിഫിറ്റിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന കമ്പനീസിന്, നിധി കമ്പനീസിൻ്റെ അണ്ടറിൽ ആ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമ്മൾ നിധി കമ്പനീസ് എന്ന് പറയുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി കവർ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി വെരി